ഹായ്, ഞാൻ അമൽജിത്ത് ജോർജ്. ആർട്ട് മെറ്റീരിയൽ വർക്ക്ഷോപ്പിൻ്റെ 3ാമത്തെ എപ്പിസോഡാണിന്ന്. അപ്പോൾ എന്നത്തെയും പോലെ ആർട്ടിസ്റ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് മെറ്റീരിയലിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ പെൻസിലിനെ പറ്റി ഡിസ്കസ് ചെയ്തു, അതായത് എന്തുകൊണ്ട് വരയ്ക്കണം എന്നുള്ളൊരു മെറ്റീരിയലിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതേപോലെ എന്തുകൊണ്ട് മായ്ക്കണം എന്നുള്ളൊരു മെറ്റീരിയലിനെ പറ്റി ഡിസ്കസ് ചെയ്തു. പക്ഷേ നമ്മൾ എവിടെ വരയ്ക്കണം എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡ് അതിനെക്കുറിച്ചാണ്. നമ്മൾ എവിടെയാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഡ്രോയിങ് സർഫസുകളെ കുറിച്ചാണ്. അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ എവിടെ വരയ്ക്കണം എന്നുള്ളൊരു ടോപ്പിക് ആണെങ്കിൽ തന്നെ ഒബ്വിയസ്ലി ഒരുപാട് പേര് അവരുടെ ചെറുപ്പകാലങ്ങളിൽ തന്നെ ചുവരിലൊക്കെ വരച്ച് തുടങ്ങാറുണ്ട്. വീട്ടിൽ ചുവരിലൊക്കെ വരച്ച് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ നേടിയെടുക്കാറുണ്ട്. അതേപോലെ ചിലർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡെസ്കിലൊക്കെ കോമ്പസ് കൊണ്ടും പേന കൊണ്ടൊക്കെ ചിത്രം വരച്ച് ടീച്ചർമാരുടെയും മറ്റും പ്രീതിക്ക് പാത്രമാവാറുണ്ട്. ഇനി അതും കഴിഞ്ഞാൽ ഒട്ടേറെ പേരും രവിവർമ്മയാവുന്നത് അവരുടെ റഫ് നോട്ടിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ അങ്ങനത്തെ സർഫസുകളെ കുറിച്ചല്ല ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചുകൂടെയും പ്രൊഫഷണൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള ആർട്ട് പേപ്പേഴ്സിനെ കുറിച്ചായിരിക്കാം. അപ്പോൾ ഈ ആർട്ട് പേപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അത് വാങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം, മാത്രമല്ല അതിലെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണ്, ബിൽറ്റ് ക്വാളിറ്റി എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാമായിരിക്കും ഇന്നത്തെ വീഡിയോ. ഏത് മെറ്റീരിയൽ വാങ്ങുന്നതിന് മുമ്പും 4 ഫാക്ടേഴ്സ് പരിഗണിക്കണം എന്നാണ് ഞാൻ പൊതുവേ പറയാറുള്ളത്. അതായത് ക്വാളിറ്റി, അവൈലബിൾ ആൻഡ് അഫോർഡബിലിറ്റി, യൂസേജ് ആൻഡ് ബ്രാൻഡ്. പക്ഷേ പേപ്പറിനെ സംബന്ധിച്ച് അതിൻ്റെ യൂസേജ് അല്ലെങ്കിൽ ടൈപ്സ്, അതും ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ആദ്യം നമുക്ക് ക്വാളിറ്റീനെ പറ്റി സംസാരിക്കാം. ഈ പേപ്പർ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് എന്തുകൊണ്ട് ഉണ്ടാക്കി എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പേപ്പർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് വുഡ് പൾപ്പ് കൊണ്ടാണെന്ന്. പക്ഷേ ഡ്രോയിങ് പേപ്പർ ഉണ്ടാക്കുന്നത് വുഡ് പൾപ്പിൽ നിന്നാണ്. അതേപോലെ കോട്ടൺ ഫൈബേഴ്സ്, ലിനൻ ഫൈബേഴ്സ്, അങ്ങനെ പല മെറ്റീരിയൽസിൽ നിന്നൊക്കെ മിക്സ് ചെയ്തിട്ടാണ്. മാത്രമല്ല ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇതെന്തിനാണെന്നറിയാം, ഇപ്പോൾ നമ്മൾ വുഡ് പൾപ്പ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന പേപ്പറാണെങ്കിൽ അതിന് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. കാരണം അത് വളരെ അസിഡിക് ആയിട്ടുള്ള മെറ്റീരിയലായിരിക്കും. അപ്പോൾ ഈ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറയുന്നതിനൊപ്പം അത് കേടാവാനും ഡിസ്റ്റോർട്ട് ആവാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല കളറൊക്കെ മാറും കാലക്രമേണ. അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് വരച്ച ചിത്രങ്ങളുടെ പ്രൗഢി ഇതെല്ലാം നഷ്ടപ്പെടുന്നത് കൊണ്ട് അസിഡിക് പേപ്പർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ കാലത്തെ ബ്രാൻഡുകൾ, അതായത് ബ്രസ്റ്റോ, സ്ട്രാത്മോർ പോലെയുള്ള ബ്രാൻഡുകളെല്ലാം വാങ്ങുമ്പോൾ ആസിഡ് ഫ്രീ എന്ന് പ്രത്യേകം എഴുതിയത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് കെമിക്കലി ട്രീറ്റ് ചെയ്ത് ഈ പേപ്പറിൻ്റെ അസിഡിറ്റി അവർ റിമൂവ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ട്. അതേപോലെ തന്നെ ഒട്ടുമിക്ക പേപ്പറുകളും വുഡ് പൾപ്പ് മാത്രമായിരിക്കില്ല, അത് കോട്ടനും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അതേപോലെ ചില പേപ്പറുകൾ എന്നൊക്കെ പറയുന്നത് പ്യുവർലി കോട്ടൺ ആയിട്ടുള്ള പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്യാൻവാസ് ടൈപ്പ് ഷീറ്റുകളൊക്കെ ആയിട്ട് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഈ വുഡ് പൾപ്പിൻ്റെ പേപ്പർ നമ്മൾ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? കോട്ടൺ പേപ്പേഴ്സൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും കുറേ കാലം നിൽക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ലെവലൊക്കെ നമുക്ക് കിട്ടില്ലേന്ന്. ഇപ്പോൾ ആർച്ചസിൻ്റെയൊക്കെ പേപ്പേഴ്സ് അങ്ങനത്തെ അവൈലബിൾ ആണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഒരു 10-15 പേപ്പറൊക്കെ മേടിക്കുമ്പോഴേക്കും ഒരു 10,000-2,000 രൂപയാകും ആ ഒരു സെറ്റിന്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ അഫോർഡബിൾ ഫോർ എ കോമൺ ആർട്ടിസ്റ്റ്. ഇനി നമുക്കതിൻ്റെ യൂസേജ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പേപ്പറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ യൂസേജ് അനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ ഈ ആർട്ടിസ്റ്റ് മാറുന്നതനുസരിച്ച് പേപ്പർ റിക്വയർമെൻറ്റ് മാറാറുണ്ട്. ഇപ്പോൾ ഒരു സ്മൂത്ത് റിയലിസ്റ്റിക് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അയാൾക്ക് പറ്റിയ പേപ്പർ ആയിരിക്കില്ല റഫ് റിയലിസ്റ്റിക് ആർട്ടിസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതും ആയിരിക്കില്ല ചിലപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ആർട്സ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റുന്നത്. ഇനി ചിലരുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അതായത് കാരിക്കേച്ചർ പോലത്തെ മെത്തേഡ്സ് ട്രൈ ചെയ്യുന്നത്, ഒരേ സമയം ക്രിയേറ്റീവും അതേസമയം റിയലിസ്റ്റിക്കും ആയിട്ടുള്ള ആർട്സ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പേപ്പറും മാറാറുണ്ട്. അത് മാത്രമല്ല കളറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. അതായത് പേസ്റ്റൽ, അതേപോലെ തന്നെ ഓയിൽ പേസ്റ്റിൽ, സോഫ്റ്റ് പേസ്റ്റിൽ, അതേപോലെ തന്നെ കളറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കളർ പെൻസിൽസ്, വാട്ടർ കളർ, ഓയിൽ കളർ, പോസ്റ്റർ കളർ, ഇതെല്ലാം മാറുന്നതനുസരിച്ച് നമുക്ക് പേപ്പറിൻ്റെ റിക്വയർമെൻറ്റും അതനുസരിച്ച് മാറാറുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് പേപ്പറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ച് അറിയുന്നതിലൂടെ മാത്രമാണ്. അപ്പോൾ നമുക്ക് പേപ്പറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് അതിൻ്റെ ടൈപ്പ് ഓഫ് മാനുഫാക്ചർ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറിനെ കുറിച്ചാണ്. ടൈപ്പ് ഓഫ് മാനുഫാക്ചർ അനുസരിച്ച് പേപ്പറിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ടൈപ്പ് ഓഫ് മാനുഫാക്ചർ മനസ്സിലാക്കുന്നതിനൊപ്പം മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് ടൂത്ത്. അതായത് ഈ പേപ്പർ വാങ്ങുമ്പോൾ പേപ്പറിൽ ഒരു പ്രത്യേക ടെക്സ്ചർ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ചെരിച്ച് വെച്ച് നോക്കിയേ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഡീപ്പായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്കത് കാണാൻ പറ്റും ഒരു പേപ്പറിനകത്ത്. ഈ ടെക്സ്ചർ ഫോം ചെയ്യുന്നത് അത് എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കോൾഡ് പ്രസ്ഡ് പേപ്പർ. ഈ പേപ്പർ മാനുഫാക്ചർ ചെയ്യുന്നത് 2 സിലിണ്ടേഴ്സ് തമ്മിൽ പരസ്പരം പ്രസ് ചെയ്തിട്ടാണ്.
ആ പ്രസ് ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രഷർ കാരണമാണ് ഈ ഒരു സ്മൂത്ത് സർഫസ് കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കോൾഡ് പ്രസ്ഡ് പേപ്പർ എന്ന് പറയുമ്പോൾ കൂടുതലും ആർട്ടിഫിഷ്യലായിട്ട് ഹീറ്റ് ചെയ്യാത്ത ടൈപ്പ് സിലിണ്ടേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പ്രഷർ എനർജി കൊണ്ട് അതിനകത്തൊരു പ്രത്യേക ടെക്സ്ചർ അവർ ഫോം ചെയ്യിക്കും. കാരണം ആ പേപ്പറിൻ്റെ ഒരു റിജിഡിറ്റി കിട്ടാനായിട്ട് ആ ഒരു ടെക്സ്ചറാണ് പേപ്പറിൻ്റെ ടൂത്തായിട്ട് ഫോം ചെയ്യുന്നത്. കൂടുതൽ ഈ കോൾഡ് പ്രസ്ഡ് പേപ്പറിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ആ ഒരു ടെക്സ്ചർ പാറ്റേൺ വളരെ റെഗുലർ ആയിട്ടുള്ളതാണ്. ആ ഒരു റെഗുലർ പാറ്റേൺ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഫ്ലൂയിഡ് കളറിങ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമുള്ളതായിരിക്കും. അതായത് ഇപ്പോൾ വാട്ടർ കളറോ ഓയിൽ കളറോ പോലെയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പേപ്പറിൻ്റെ വാട്ടർ റീറ്റെയിനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടും. അതുകൊണ്ട് തന്നെ പേപ്പർ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലൂടെ ഒഴുകി പോകാനോ തെറ്റിപ്പോകാനോ ഒന്നും പറ്റാതെ കുറച്ചുകൂടെ കൺട്രോൾ നമുക്ക് കിട്ടും ആ പേപ്പറിന്മേൽ. അതുകൊണ്ട് തന്നെ കോൾഡ് പ്രസ്ഡ് പേപ്പറാണ് കൂടുതൽ ഈ വാട്ടർ കളറിങ്ങോ ഓയിൽ കളറിങ് ബിഗിനിങ്ങോ അങ്ങനെ ട്രൈ ചെയ്യുന്നവർക്ക് കൂടുതൽ ഉപകാരമാവുക. അതേപോലെ തന്നെ കോൾഡ് പ്രസ്ഡ് പേപ്പേഴ്സ് കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കോട്ടണിഷ് കൂടുതലായിട്ടുള്ള പേപ്പറായിരിക്കും. അതായത് കോട്ടൺ ബ്ലെൻഡ് ആയിരിക്കും അതിന് കൂടുതലുണ്ടാവുക. അപ്പോൾ ബ്രസ്റ്റോയുടെ ഈ ഒരു ടൈപ്പ് പേപ്പർ, അതായത് ഒരു 300 GSM ഒക്കെയുള്ള അത്യാവശ്യം കട്ടിയുള്ള ഈ ഒരു ടൈപ്പ് പേപ്പർ എന്ന് പറയുന്നത് ഇതൊരു കോൾഡ് പ്രസ്ഡ് പേപ്പറാണ്. ഇവരിതിന് വാട്ടർ കളർ പേപ്പർ എന്ന് പറഞ്ഞ് തന്നെയാണ് ഇതിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഒബ്വിയസ്ലി ഇത് വാട്ടർ കളർ യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല യു ക്യാൻ സീ ദ പാറ്റേൺ ഇൻ ദിസ്, അതായത് വളരെ റെഗുലറായിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ടെക്സ്ചർ അതല്ലെങ്കിൽ ടൂത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോൾഡ് പ്രസ്ഡ് പേപ്പർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പേപ്പറാണ് ഹോട്ട് പ്രസ്ഡ് പേപ്പർ. ഹോട്ട് പ്രസ്ഡ് പേപ്പർ എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റിയത് എന്താണ് സാധനം എന്ന്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 2 സിലിണ്ടേഴ്സ് തമ്മിൽ പ്രസ് ചെയ്തിട്ടാണ് ഈ പേപ്പർ ഉണ്ടാക്കുന്നതെന്ന്. ഈ സിലിണ്ടേഴ്സ് ഹീറ്റഡ് ആണെങ്കിൽ ഹോട്ട് പ്രസ്ഡ് പേപ്പറായി. അതായത് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിപ്പോൾ അയൺ ബോക്സ് എന്ന് പറയുന്നത് നന്നായിട്ട് ചൂടാക്കിയിട്ട് തുണി തേക്കുന്നതും തണുപ്പിച്ച് തേക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടെന്ന്. അതേ എഫക്റ്റ് തന്നെയാണ് ഏകദേശം ഇവിടെയുള്ളത്. ഹോട്ട് പ്രസ്ഡ് പേപ്പറാണെങ്കിൽ കുറച്ചുകൂടെയും ഫൈൻ ഗ്രേഡഡ് ടൂത്ത് ആയിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ടൂത്ത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും റിജിഡായിട്ടുള്ളൊരു പേപ്പറും ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പേപ്പറിൽ ആക്ച്വലി നമ്മളിപ്പോൾ പെൻസിൽ ഡ്രോയിങ് അതേപോലെ തന്നെ ചാർക്കോള് ആൻഡ് ബ്ലെൻഡിങ് ടൈപ്പ് കൂടുതൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ സ്മൂത്ത് റിലീസം പോലത്തെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും. അതേസമയം ഹോട്ട് പ്രസ്ഡ് പേപ്പറിലായിരിക്കും കുറച്ചും കൂടെ റഫ് റിയലിസ്റ്റിക് ഡ്രോയിങ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഷെയ്ഡിങ് പോലത്തെ മെത്തേഡ്സൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചേരുക. അതായത് ഈ ഒരു പേപ്പർ വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വാട്ടർ കളറിനൊക്കെ ആയിട്ട് ആ പേപ്പറിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഫോം ചെയ്യാൻ തുടങ്ങും. അതായത് പേപ്പറിൻ്റെ ആ ഒരു എൻ്റയർ ഷേപ്പ് തന്നെ മാറാൻ തുടങ്ങും. അപ്പോൾ ബ്രസ്റ്റോയുടെ ബ്രിസ്റ്റോൾ ഹെവി വെയ്റ്റ് അൾട്രാ സ്മൂത്ത് ടൈപ്പ് പേപ്പർ, അതായത് ഈ 250 GSM എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ കുറച്ചുകൂടി സ്മൂത്ത് റിയലിസ്റ്റിക് പേപ്പറാണ്. ഇത് 250 GSM ഞാൻ നേരത്തെ കാണിച്ച കോൾഡ് ബ്രസ്ഡ് പേപ്പർ 300 GSM ഉള്ള പേപ്പറാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഇറഗുലർ ടൂത്ത്. ഇറഗുലർ ടൂത്ത് എന്ന് പറഞ്ഞാൽ അത് പല രീതിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും. ചിലതെന്ന് പറഞ്ഞാൽ റീസൈക്കിൾഡ് പേപ്പർ ആയിരിക്കും. അതേപോലെ ചിലതെന്ന് പറഞ്ഞാൽ ഈ സിലിണ്ട്രിക്കൽ പ്രസ് അല്ലാത്തത് ഡയറക്റ്റ്, അതായത് ബൾക്ക് പ്രസ് ആയിട്ട് ടൈപ്പ് പേപ്പർ ആയിരിക്കാം. അപ്പോൾ ഈ ഇറഗുലർ ടൈപ്പ് പേപ്പർ എന്ന് പറയുന്നത് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിലാണ് കൂടുതൽ ഈ മിസലേനിയസ് ടൈപ്പ് പേപ്പേഴ്സ് കൂടുതലും അവൈലബിൾ ആയിരിക്കുക. അതായത് ടിൻഡഡ് ഷീറ്റുകൾ കുറേ അവൈലബിൾ ആയിട്ടുള്ള ഈ ടൈപ്പ് പേപ്പറിലായിരിക്കും. മാത്രമല്ല ഒരുപാട് ക്രാഫ്റ്റ്സ് ആൻഡ് ആർട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേപ്പറായിരിക്കും ഈ ടൈപ്പ്. ഇനിയുള്ളത് പേപ്പർ സൈസിനെ കുറിച്ചാണ്. ആക്ച്വലി സൈസിനെക്കുറിച്ച് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാനൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പേപ്പർ എന്ന് പറയുന്ന സാധനം A1 A2 A3 A4 A5 A6 A7 A8 എല്ലാ അളവിലും കിട്ടുന്നതായിരിക്കും. അതായത് ഇപ്പോൾ A1ൻ്റെ ഒരു ഹാഫ് സൈസായിരിക്കും A2, A2ൻ്റെ ഹാഫ് സൈസാണ് A3, A3ൻ്റെ ഹാഫ് സൈസാണ് A4 നമുക്ക് നല്ല പരിചയമുള്ള ഷീറ്റായിരിക്കും. A4ൻ്റെ പകുതിയായിരിക്കും A5. അപ്പോൾ A3 A4 A5 എന്ന് പറയുന്ന ടൈപ്പ് ഷീറ്റുകളാണ് സത്യത്തിൽ മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളതും നമ്മുടെ ഇടയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സൈസ്. ബേസിക്കലി ആ ഒരു 3 ടൈപ്പ് പേപ്പറിന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ മാർജിനൊക്കെ ഇട്ട് നമ്മൾ ആ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് എത്രത്തോളം നന്നായിട്ട് അത് വരയ്ക്കാനായിട്ട് എത്ര അളവിൽ മാർജിൻ ഇടണം. ഈ A5 ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 14 cm to 21 cm ആണ് അപ്രോക്സിമേറ്റ്ലി. അതുകൊണ്ട് തന്നെ അതിലൊരു മാർജിൻ എന്ന് മാത്രം എടുത്തിടാനുള്ളൊരു സ്ഥലം അതിലില്ല. അപ്പോൾ മാർജിൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഇനിയും സ്ഥലം കുറയ്ക്കുന്നത് വളരെ മോശമായതുകൊണ്ട് തന്നെ മാർജിൻ ഇല്ലാതെ വരയ്ക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ആക്ച്വലി ഞാൻ എൻ്റെ തുടക്കകാലത്തൊക്കെ A5 ഒട്ടും മാർജിൻ ഇല്ലാതെ വരച്ച് എനിക്ക് കുറേ നല്ല റിസൾട്ട്സ് എല്ലാം കിട്ടിയിട്ടുമുണ്ട്. മാർജിൻ ഇട്ടതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് മാർജിൻ ഇല്ലാതെ വരയ്ക്കുന്നതാണ്. ആൻഡ് പേപ്പർ 14 cm to 21 cm അപ്രോക്സിമേറ്റ്ലി ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് 2:3. അപ്പോൾ ആ ഒരു റേഷ്യോ ശ്രദ്ധിച്ച് നോക്കുക. 2:3 എന്ന് പറഞ്ഞൊരു റേഷ്യോ ശ്രദ്ധിച്ച് നോക്കുക. നെക്സ്റ്റ് A4 ഷീറ്റാണ്. അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 21 cm to 29.7, അതായത് അപ്രോക്സിമേറ്റ്ലി 30 cm ആണ്.
അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഒരു 18 സെൻറ്റിമീറ്റർ 27 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് മാത്രം വരയ്ക്കുക. അതായത് റിമൈനിങ് ആയിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ 4 സൈഡിലും 1.5 സെൻറ്റിമീറ്റർ ബോർഡറാണ്. ആ ഒരു റീജിയൻ വിട്ടേക്കുക. അപ്പോൾ അവിടെ നമുക്ക് നീറ്റായിട്ടൊരു 1.5 സെൻറ്റിമീറ്റർ ബോർഡർ 4 സൈഡിലും ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും ആ മുമ്പ് പറഞ്ഞ അതേ റേഷ്യോ നമുക്ക് വീണ്ടും കിട്ടി 2:3. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ A3 ഷീറ്റാണ്. A3 ഷീറ്റ് എന്ന് പറഞ്ഞാൽ A4ൻ്റെ ഇരട്ടി സൈസുള്ളത്. അതായത് 29.7 സെൻറ്റിമീറ്റർ ഇസ്റ്റു 42 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 30 സെൻറ്റിമീറ്റർ ഇസ്റ്റു 42 സെൻറ്റിമീറ്റർ നമുക്ക് അപ്രോക്സിമേറ്റ്ലി വിളിക്കാം. ഈ ഒരു ഷീറ്റിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ 4 സൈഡിൽ 3 സെൻറ്റിമീറ്റർ വെച്ച് ബോർഡർ ഇടുന്നതാണ്. അത് എഫക്റ്റീവ്ലി 6 വെച്ച് കുറേ ആയതുകൊണ്ട് തന്നെ 24 സെൻറ്റിമീറ്റർ ഇസ്റ്റു 36 സെൻറ്റിമീറ്റർ എന്നായി അതിൻ്റെ ആ ഒരു ബോർഡർ ഇല്ലാത്ത ബാക്കി ഭാഗം. വീണ്ടും നമുക്ക് കിട്ടിയ ആ ഒരു റേഷ്യോ 2:3. അപ്പോൾ ഈ 2:3 നമുക്ക് 3 തവണയും കിട്ടിയ സ്ഥിതിക്ക് ഉള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോയിൽ തന്നെ നമുക്ക് നമ്മുടെ റെഫറൻസുകൾ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചിത്രം കിട്ടുമ്പോൾ തന്നെ നമുക്ക് തീരുമാനിക്കാം, അതിനെ ക്രോപ്പ് ചെയ്ത് മറ്റുമൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെക്കാം. എഡിറ്റിംഗ് പ്രോസസ്സിൽ മറ്റുമെല്ലാം നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ഒരു ചിത്രം ഫ്രെയിം ചെയ്യുമ്പോഴും മറ്റുമെല്ലാം നമുക്ക് വേണ്ട അളവിൽ ബോർഡറും കിട്ടും ആവശ്യത്തിന്. അപ്പോൾ ഏതായാലും ബോർഡർ ഇടുന്ന കാര്യം പറഞ്ഞ സ്ഥിതിക്ക് എടുത്തു പറയുന്ന കാര്യമാണ് മാസ്കിംഗ് ടേപ്പ്. നല്ലൊരു പേപ്പർ ടേപ്പ് മേടിച്ച് കൈ സൂക്ഷിക്കുക. നമ്മളെപ്പോഴും മാസ്കിങ്ങിനൊക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് മാസ്ക് ഒക്കെ ചെയ്ത് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അത് അത്രത്തോളം നീറ്റായിരിക്കും ആ ഒരു ഭാഗം. ബോർഡറിന് തൊട്ടും അഴുക്ക് വരാതെ ഫ്രെയിം ചെയ്യുകയോ ലാമിനേറ്റ് ചെയ്തോ ഒരു ക്ലയൻറ്റിനൊക്കെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരിക, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഒരാളെ കാണിക്കാനായിട്ട് എടുത്തു വെക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്കത് ഒരുപാട് ഉപകാരമായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ മാസ്കിംഗ് ടൈപ്പൊക്കെ വെച്ച് 4 ബോർഡറും കവർ ചെയ്ത് വരച്ച് ശീലിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സിലെ 4ാമത്തെ പാർട്ടാണ് GSM. GSM എന്ന് പറഞ്ഞാൽ ഗ്രാം പെർ സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അത്യാവശ്യം GSM എന്ന് പറയുന്നൊരു സാധനം നമ്മൾ ഈ പേപ്പർ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ തന്നെ മാർക്ക് ചെയ്തിട്ടും ഉണ്ടാകും. അതൊരു നല്ല ഡ്രോയിങ് പേപ്പർ ആണെങ്കിൽ തന്നെ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നോർമൽ റെഗുലർ A4 ഷീറ്റ്, അതിലായിരിക്കും ഒട്ടുമിക്കവരും വരച്ച് തുടങ്ങുന്നത്. ആ പേപ്പറിന് ഒരു 80-85 GSM വാല്യൂ ആണ് ഉള്ളത്. പക്ഷേ നമ്മളൊരു സീരിയസ് ആയിട്ട് ഡ്രോയിങ് എല്ലാം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് പേപ്പർ ഒരിക്കലും കീറരുത്. മാത്രമല്ല വാട്ടർ കളർ ചെയ്യുമ്പോൾ പേപ്പർ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് അവസ്ഥയാവരുത്. അത് മാത്രമല്ല പേപ്പറിൽ അത്യാവശ്യം ഒരു ചെറിയ ടെക്സ്ചറോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ചില സമയത്ത്. അപ്പോൾ അങ്ങനത്തെ കാര്യം വരുമ്പോൾ നല്ല പേപ്പറൊക്കെ വാങ്ങാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 110 GSMന് മുകളിലോട്ടെങ്കിലും വാങ്ങണം. 130 GSMന് മുകളിൽ വാങ്ങുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എനിവേ നല്ല ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഒരു ഹൈപ്പർ റിയലിസം ഒക്കെ ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമൊക്കെ വരികയാണെങ്കിൽ ഒരു 160 GSM എങ്കിലും മസ്റ്റാണ്. 110 GSM എന്നൊക്കെ പറയുമ്പോൾ കുറവായിട്ട് തന്നെ പലപ്പോഴും തോന്നും. പക്ഷേ 110 GSMനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പേപ്പേഴ്സ് നമുക്ക് കിട്ടും. അതിലെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരയ്ക്കാനും പറ്റും. ഞാനിതിൽ ചെറിയ കാരിക്കേച്ചേഴ്സ് ഒക്കെ വരച്ച് ശീലിക്കുന്നത് ഈ ടൈപ്പ് പേപ്പറിലാണ്. പക്ഷേ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ഒരു പേപ്പർ ട്രേസിങ് ലെവൽ പേപ്പറായിരിക്കും. നമുക്ക് അതിൻ്റെ അപ്പുറ വശത്ത് കാണാൻ പറ്റും ഈ ഒരു ചിത്രത്തിനകത്ത്, അല്ലെങ്കിൽ അങ്ങനെ കാണാനും പറ്റും. ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഒരു 130 GSM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെയുള്ള ഡ്രോയിങ് ബുക്കുകൾ അത്യാവശ്യം എല്ലാ ആർട്ട് സ്റ്റോറുകളിലും കിട്ടും. നമുക്ക് അത്യാവശ്യം നന്നായി വരയ്ക്കാൻ പറ്റിയ ക്വാളിറ്റിയുള്ള പേപ്പേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. പക്ഷേ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിനൊരു വൈറ്റ് കളറല്ല, കുറച്ചും കൂടി ഒരു യെല്ലോയിഷ് ടൈപ്പ് കളറായിരിക്കും. അപ്പോൾ കളർ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഒരു കളർ എന്ന് പറയുന്ന ഒരു സാധനം വരച്ച് തുടങ്ങുന്നതിൽ മാത്രമല്ല, നമ്മളൊരു ഫോട്ടോയൊക്കെ ആയിട്ട് ഒരാളെ കാണിക്കാനൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക. അതിനൊപ്പം തന്നെ നമ്മളിപ്പോൾ വൈറ്റ് കളർ ചാർക്കോളോ അല്ലെങ്കിൽ യൂണിപോസ്ക പോലത്തെ മാർക്കേഴ്സൊക്കെ വെച്ച് നമ്മൾ ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഈ ടൈപ്പ് പേപ്പറിൽ വളരെ വൃത്തികേടായിട്ട് തോന്നും. പക്ഷേ അതേസമയം സിമ്പിൾ സ്കെച്ച്, അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ടൈപ്പ് സ്കെച്ചസ് ഒക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ 2-3 കൊല്ലം മുമ്പ് ട്രൈ ചെയ്തിരുന്ന സാധനങ്ങൾ, ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ ട്രൈ ചെയ്യാനാണെങ്കിൽ ഈ ടൈപ്പ് ബുക്ക് തന്നെ ധാരാളമാണ്. 160 GSM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്കെച്ചിങ് പാഡ്സ് അവൈലബിൾ ആണ്. സ്കെച്ചിങ് പാഡ് അല്ലെങ്കിൽ ബുക്കിൽ ഏറ്റവും നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ കിട്ടുക ഏകദേശം 160 GSMലൊക്കെയാണ് ഉള്ളത്. അതിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് വാങ്ങണമെന്നുണ്ടെങ്കിൽ കൂടുതലും പേപ്പറായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിലൊരു കാര്യം കൂടിയുണ്ട്. കാരണം നമ്മളിപ്പോൾ ബുക്കിൽ വരച്ച ചിത്രമാണെങ്കിൽ തന്നെ അത് മറ്റൊരു പേപ്പറിലേക്ക് പടരാനും അതേപോലെ 2 പേപ്പറുകൾ തമ്മിൽ ഒരഞ്ഞ് സ്മഡ്ജ് ആവാനും, അതായത് ഷെയ്ഡ്സ് ഒക്കെ സ്മഡ്ജ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനിയുള്ളത് 200 GSM പേപ്പറാണ്. അത് ആക്ച്വലി ഐവറി ഷീറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഈ 200 GSM റേഞ്ചിലുള്ളതായിരിക്കും. ഈ ഐവറി ഷീറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ 5 രൂപ താഴെയാണ് ഒരു പേപ്പറിന്. അതുകൊണ്ട് തന്നെ ഒരു 125 രൂപയുടെ സെറ്റ് എന്ന് പറയുന്നതിനകത്ത് 25 പേപ്പർ ഉണ്ടാകും. ദാറ്റ്സ് ആക്ച്വലി അഫോർഡബിൾ. ഈ ഐവറി ഷീറ്റ്സ് ഇത്രയും വില കുറഞ്ഞ് കിട്ടുമെങ്കിലും അതിലുള്ളൊരു വലിയ പ്രശ്നമാണ് അതിൻ്റെ കളർ. അതൊരിക്കലും പ്യുവർ വൈറ്റ് ആയിരിക്കില്ല.
സ്ലൈറ്റ്ലി ബ്ലൂയിഷ് ഓർ യെല്ലോയിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഈ മിസലേനിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ലൈക്ക് യൂണിപോസ്ക മാർക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് തന്നെ നമുക്ക് തോന്നാം. ഇനിയുള്ളത് 250 GSM ഉള്ള ഈ ഒരു ടൈപ്പ് പേപ്പറാണ്. ഇത് ബ്രസ്ട്രോയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹെവി വെയ്റ്റ് അൾട്രാ സ്മൂത്ത് ടൈപ്പ് ഓഫ് പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പറിൽ നല്ല ക്വാളിറ്റിയുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാനും പറ്റും. ഇറ്റ്സ് ഓഫ് ഹൈ ക്വാളിറ്റി. അതേപോലെ തന്നെയുള്ള മറ്റൊരു മെറ്റീരിയലാണ് സ്ട്രാത്മോർ ബ്രിസ്റ്റോൾ 300 വെല്ലം എന്ന് പറയുന്നൊരു ഷീറ്റ്. ഞാനത് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു ഷീറ്റാണ്. ഇതിനേക്കാൾ ഒരല്പം കൂടെ ഒരു ടൂത്ത് ഡിഫറൻസ് ഉണ്ട് ആൻഡ് ക്വാളിറ്റി കുറച്ചും കൂടെ ഹൈ ആണ്. ഒരിടത്ത് 25 ഷീറ്റിന് 400 രൂപയാണെങ്കിൽ അപ്പുറത്ത് 20 ഷീറ്റിന് ഓൾമോസ്റ്റ് ഒരു 550-600 രൂപ എങ്ങാണ്ടാണ് വില. സോ ആ ഡിഫറൻസ് കൂടെ നോക്കണം. ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് വിലയും കൂടുന്നുണ്ട്. ഇനി അതേപോലെ 300 GSMൻ്റെ വാട്ടർ കളർ പേപ്പർ ആണെങ്കിൽ പല ബ്രാൻഡുകളും ഇറക്കുന്നുണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രസ്റ്റോയുടെ തന്നെ ഞാനിപ്പോൾ കാണിച്ച പേപ്പറാണ്. അതിനും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ വാട്ടർ റീറ്റെയിനിങ് എബിലിറ്റി എല്ലാം നല്ല കൂടുതലാണ്. അതൊരു വാട്ടർ കളർ പേപ്പറാണ് ആൻഡ് ആ പേപ്പറിന് ടെക്സ്ചറുണ്ട്. ഇനിയുള്ളത് വേർ ടു ബൈ ആൻഡ് വൈ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. നമ്മൾ എവിടുന്ന് വാങ്ങണം, അത് എത്ര രൂപയ്ക്ക് വാങ്ങണം എന്നൊക്കെയുള്ള കാര്യം. സത്യം പറഞ്ഞാൽ പേപ്പർ വാങ്ങുമ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പേപ്പർ എന്ന് പറയുന്നത് A3 സൈസിലൊക്കെ വാങ്ങുന്നത് ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ കൊറിയർ സർവീസുകാർ ബെൻഡ് ചെയ്യുന്ന പ്രശ്നം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ തൊട്ടടുത്ത് കടയുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങുക. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് കേരള ഡിസ്ട്രിബ്യൂഷനുള്ള ക്രാഫ്റ്റ് സ്റ്റേഷൻ പോലത്തെ കടകളുണ്ട്, അവരുടെ അടുത്ത് നിന്നൊക്കെ ഓർഡർ ചെയ്ത് വരുത്തുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് എനിക്ക് ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു A3 ഷീറ്റുകൾ ഞാൻ വാങ്ങിയിട്ട്. കാരണം ഈ ബെൻഡ് ആവുന്നത് നമുക്ക് എത്ര ചെയ്താലും നിവർത്താൻ പറ്റില്ല. ഞാൻ ഈ കട്ടിലിൻ്റെയും ബെഡിൻ്റെയൊക്കെ ഇടയിലൊക്കെ വെച്ച് നോക്കി, ഒരു രക്ഷയില്ല. പേപ്പർ ഓൾമോസ്റ്റ് റൂയിൻഡാണ്. പക്ഷേ എന്നിരുന്നാലും വരച്ച ശേഷം ഞാൻ കുറേയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. പേപ്പർ ഷാർപ്പായിട്ട് ബെൻഡായിട്ടില്ല, ഒരു വളവുണ്ടാവും അതിൽ. പിന്നെ ഈ ഇങ്ങനെ ഒരു വളവുള്ളതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു നല്ല ഫോട്ടോയോ അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഫോട്ടോയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. നല്ലൊരു ഫോട്ടോഗ്രാഫ് എടുക്കാനായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഒരു ചിത്രം മാറ്റ് ലാമിനേറ്റ് ചെയ്ത ശേഷമാണ് ഞാനത് എടുത്തത്. ഇനി ഈ പേപ്പറിൻ്റെ ടൂത്ത് കൂടുന്തോറും നമ്മളിപ്പോൾ ഫോട്ടോഗ്രാഫ് എല്ലാം ചെയ്യുമ്പോൾ പേപ്പറിലുള്ള റിഫ്ലക്ഷൻ കുറയും. അത് ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നുന്ന ഒരു ടിപ്പായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നല്ല ടൂത്ത് ഉള്ളതോ ഇറഗുലർ ടൂത്ത് ആയിട്ടുള്ള പേപ്പറിലാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഫോട്ടോഗ്രാഫ് എടുക്കാം. പക്ഷേ മറ്റേ പേപ്പറിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും പേപ്പറിനകത്തേക്ക് ലൈറ്റ് വീണ ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണം നല്ലൊരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അതേപോലെ തന്നെ കളേർഡ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ പേര് യൂസും ചെയ്യുന്നതാണ്. അതായത് ഈ ബ്ലൂ, റെഡ്, ഗ്രീൻ ആ കളറിനേക്കാളേറെ ഞാൻ പറയുന്നത് കുറച്ചുകൂടി ടിൻറ്റഡ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ടോൺഡ് പേപ്പേഴ്സാണ്. അതായത് ഒന്നുകിൽ സെഫിയ കളർ, അതായത് കുറച്ചും കൂടെയും സ്കിൻ ടൈപ്പ് കളറ്, അതല്ലെങ്കിൽ ഗ്രേഷ് കളറിലൊക്കെ ആയിട്ട് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ അതിൽ ചിത്രം വരയ്ക്കാറുണ്ട്. കൂടുതൽ പേരും ഹൈലൈറ്റ്സ് എൻഹാൻസ് ചെയ്ത് കാണാനായിട്ട്, ഒന്ന് പോപ്പപ്പ് ചെയ്ത് കാണാനായിട്ട് അവർ വൈറ്റ് ചാർക്കോളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ആ ടൈപ്പ് പേപ്പേഴ്സ് വാങ്ങാറുമുണ്ട്. ഇനിയുള്ളത് ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പറയണ്ട. ഓൾറെഡി എന്നത്തെയും പോലെ ബാക്കി കാര്യങ്ങൾ പറയുന്നതിനിടയിൽ കൂടെ ഞാൻ ബ്രാൻഡെല്ലാം പറഞ്ഞു പോയി. ഈ ക്യാൻസൺ ആർച്ചസ് എന്നൊക്കെ പറഞ്ഞുള്ള ഹൈ ക്വാളിറ്റി പേപ്പറുകളുണ്ട്. അതിൽ അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ വില നല്ല കൂടുതലായിരിക്കും. അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. എന്തായാലും വിലയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് എടുക്കുക. ഏതായാലും പേപ്പേഴ്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ പേപ്പേഴ്സ് വാങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞു തന്നു. ഇനി പേപ്പറിൽ ഓരോന്നിലും വരച്ച് ഞാൻ മാക്സിമം കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പേപ്പറുകളെല്ലാം ഞാൻ വെച്ച് ചെയ്ത് കാണിച്ചു തന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആർട്ടിസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിക്കുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഞാൻ ഇനി ഏത് വീഡിയോ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ കൂടെയുള്ള ഒരു ബെൽ ഐക്കണിലൊരു ഏതായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.